ഇത് എന്ത് വെഹിക്കിൾ ആണെന്ന് മനസ്സിലായോ? ഇത് ഓടിക്കാൻ ഹെൽമറ്റും വേണ്ട, ലൈസൻസും വേണ്ട. നഗരമധ്യത്തിൽ ഈ വാഹനം കണ്ടപ്പോൾ എന്ത് വാഹനമാണ് ഇതെന്ന് അറിയാനുള്ള കൗതുകവും കൊണ്ട് ഒന്ന് ഇറങ്ങി ചോദിച്ചു. ഇതൊരു ലോ പവർ ഇലക്ട്രിക് സ്കൂട്ടർ, സൈക്കിളിന് തുല്യം. ഇതിന്റെ വില വരുന്നത് 25,000 രൂപ. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല, ഒരു സൈക്കിളിന്റെ വെയിറ്റ് പോലും ഇതിനില്ല എന്നതാണ് വാസ്തവം. ഇത് കണ്ട സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് കരുതി അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒന്ന് ഓടിച്ചു നോക്കി. ഒട്ടും തന്നെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിന് ഒരു സൈക്കിളിന്റെ വെയിറ്റ് പോലും ഇല്ല. 5 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും റെഡിയാകുമെന്നാണ് ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത്. ഒറ്റ ചാർജിൽ 30 കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും. അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ പോകാനും ഒന്ന് ചുറ്റിക്കറങ്ങാനും ഈ വണ്ടി ധാരാളം എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഇത് എന്ത് വെഹിക്കിൾ ആണെന്ന് മനസ്സിലായോ? ഇത് ഓടിക്കാൻ ഹെൽമറ്റും വേണ്ട, ലൈസൻസും വേണ്ട. നഗരമധ്യത്തിൽ ഈ വാഹനം കണ്ടപ്പോൾ എന്ത് വാഹനമാണ് ഇതെന്ന് അറിയാനുള്ള കൗതുകവും കൊണ്ട് ഒന്ന് ഇറങ്ങി ചോദിച്ചു. ഇതൊരു ലോ പവർ ഇലക്ട്രിക് സ്കൂട്ടർ, സൈക്കിളിന് തുല്യം. ഇതിന്റെ വില വരുന്നത് 25,000 രൂപ. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല, ഒരു സൈക്കിളിന്റെ വെയിറ്റ് പോലും ഇതിനില്ല എന്നതാണ് വാസ്തവം. ഇത് കണ്ട സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് കരുതി അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒന്ന് ഓടിച്ചു നോക്കി. ഒട്ടും തന്നെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിന് ഒരു സൈക്കിളിന്റെ വെയിറ്റ് പോലും ഇല്ല. 5 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും റെഡിയാകുമെന്നാണ് ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത്. ഒറ്റ ചാർജിൽ 30 കിലോമീറ്റർ